ഇനി ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഇപ്പെല്ലാം ശരിയാലോ അല്ലേ? ജൂനിയർ ആദിക്ക് വിശന്നാലെന്ത് ചെയ്യും? അതാരാ പറഞ്ഞത് ജൂനിയർ ആദിയാണെന്ന്? എനിക്ക് ആൺകുട്ടിയാ ജനിക്കുന്നത്. എന്തു ആവട്ടെ, നീ ആഗ്രഹിച്ചു തന്നെ നടക്കും. നീ ഇത് കഴിക്ക്. അതൊക്കെ പോട്ടെ, എന്റെ മുത്തിന് എന്തിനാ ദേഷ്യം വന്നത്? അതിനെല്ലാം കാര്യം നിങ്ങളുടെ ഭാര്യയാ. ചില സമയത്ത് വിചിത്രമായിട്ട് പെരുമാറും. ഇന്ന് ഞാൻ ചടങ്ങിന് പോയിട്ട് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാനെ? ചില സമയത്തൊക്കെ ഞാൻ അവരുടെ മകള് തന്നെയാണെന്ന് ഡൗട്ട് വരും. അവര് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അച്ഛാ. എനിക്കും അത്രയൊക്കെ തന്നെ അറിയുള്ളൂ മോളെ. അങ്ങനെയാണെന്ന് കരുതി ഞാൻ തന്നെയാണ് അവളുടെ ഭർത്താവെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ മോളെ? ഇത്രയും വർഷം അവരുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇത്രയും വർഷം അവളുടെ കൂടെ ജീവിച്ചതിൽ നിന്നും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതെന്താണെന്നറിയോ? എന്താ അച്ഛാ? അവളെ പറ്റി നിങ്ങൾക്ക് ആർക്കും പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. യു റിയലി നോ അബൌട്ട് യുവർ മോം ആദ്യ? അങ്ങനെ പറഞ്ഞ അതിൻ്റെതായ സമയം വരുമ്പോൾ നമുക്കെല്ലാം സംസാരിക്കാം മോളെ. പക്ഷെ ഒരു കാര്യം മാത്രം, വേദാന്തിനെ പോലെ നിങ്ങളുടെ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നില്ല. അത്ര തന്നെ. ചേട്ടനെ പോലെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് മോളെ. മോളെ തൽക്കാലത്തേക്ക് നീ അത്ര ആഴത്തിൽ ചിന്തിക്കണ്ട. സമുദ്രം എങ്ങനെയാണോ അതിന്റെ ആഴത്തിൽ മാലിന്യങ്ങൾ വെച്ചിരിക്കുന്നത്, അത് അതിന്റെ സമയമാകുമ്പോ എല്ലാം തന്നെ അതിന്റെ മറ നീക്കി പുറത്തു വരും മോളെ. അത് വളരെ സത്യമായ കാര്യ. മനസ്സിലായില്ല. അതല്ലേ പറഞ്ഞത്, നിനക്കിപ്പോ ഒരു കാര്യവും മനസ്സിലാവില്ല. സമയമാവട്ടെ മോളെ, അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇതെന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയി, പക്ഷെ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയില്ലേ? അതാണ് വിക്കി ചേട്ടൻ എന്ന് പറഞ്ഞ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ എൻട്രി എന്ന് പറയുന്നത്. അത് വിക്കി ചേട്ടൻ തന്നെയാ. എന്ന് തുടങ്ങിക്കും. ഇപ്പഴാ എന്റെ ശ്വാസം നേരെ വീണത് വിക്കി. സിദ്ധാർത്ഥ്, എല്ലാവർക്കും വേണ്ടി താൻ തന്നെ പൊട്ടുവെക്ക്. എടോ സുമേഷേ, നീ ഇത് കൊണ്ടുപോയി പുറത്ത് കളഞ്ഞിട്ട് വാ.
സുഹാസിനി, ഈ വീട്ടിനകത്ത് ഒരെണ്ണത്തിന് പോലും മാനേഴ്സ് ഇല്ല. വാതിൽ തുറന്നു കിടന്ന ഉടനെ ഇങ്ങനെ കയറി വരികയല്ല വേണ്ടത്. വാതിലൊന്നും മുട്ടിയിട്ട് വരാനുള്ളൊരു കോമൺ സെൻസ് പോലും അമ്മയ്ക്കില്ലേ? സുഹാസിനി, ഞാൻ നിന്റെ അമ്മയാണ്. നിന്റെ ജോലിക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെ നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. മൂത്തവരെ തിരുത്താനും മാത്രം നീ വളർന്നിട്ടില്ല. വയസ്സ് വർഷം തോറും കൂടി പോകുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ. പ്രായം കൂടുന്തോറും ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ എന്തിനാ വന്നത്? എന്റെ ചോദ്യത്തിന് ഉത്തരം വേണമായിരുന്നു, അതുകൊണ്ടാണ് വന്നത്. അതിന് അമ്മ എന്റെ അടുത്ത് ഒരു ചോദ്യവും ചോദിച്ചില്ലല്ലോ. കേൾക്കാനുള്ള സമാധാനം നിനക്കുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. പക്ഷെ ഇപ്പോൾ അതിൻ്റെതായ സമയം വന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വെറുതെ രാവിലെ തന്നെ എന്നെ വട്ടുപിടിപ്പിക്കല്ലേ അമ്മേ? നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി അത് ഞാൻ മാത്രമാണ്. എന്റെ ക്ഷമ തെറ്റിച്ച് അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് സുഹാസിനി. ശരി, ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത്? നീ ശരിയല്ലാതെ നടന്നിട്ട് കൂടി നിന്റെ അമ്മയായ ഞാൻ നീ ഒരു നല്ലവളാണെന്നാണ് വിചാരിക്കുന്നത് സുഹാസിനി. പക്ഷേ നേർവഴിയിൽ നടക്കുന്ന നിന്റെ മോനെ സ്വന്തം അമ്മയായ നീ തന്നെ എന്തിനാണ് നശിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ലവനായ വിക്കിയുടെ മനസ്സിൽ ആരതിയെപ്പറ്റി വിഷത്തിന്റെ വിത്ത് വിതച്ചത് നീയല്ലേ? പറയടി. ലാംഗ്വേജ്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്റെ അടുത്ത്. നിങ്ങൾ സംസാരിക്കുന്നത് സുഹാസിനി മേനോന്റെ അടുത്താണെന്ന് മറന്നു പോവരുത്. എന്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കുമ്പോ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥം ഉണ്ടായിരിക്കണം. അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞാ മതി. അമ്മ തന്നെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ട് വെറുതെ എന്റെ അടുത്ത് പ്രശ്നത്തിന് വരാൻ നിൽക്കരുത്. ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല. നീ കള്ളം പറയാൻ നോക്കണ്ട. കണ്ടില്ലേ അഞ്ജു, നീ വെറുതെ വാശി പിടിച്ചതാ. ഇപ്പൊ കണ്ടോ എല്ലാവരും എത്ര സന്തോഷത്തിലാണെന്ന്. നീ നന്നായി വരുമോളെ. ഞങ്ങള് വേണ്ടാന്ന് വെച്ച സന്തോഷം നിനക്ക് കിട്ടുന്നുണ്ട് പെണ്ണെ. ചെറിയ കുട്ടിയായോണ്ട് നിനക്കൊന്നും കിട്ടുന്നില്ലെന്നല്ലേ പരാതി? ഇതൊക്കെ ചെറിയ കുട്ടിയായോണ്ട് നിനക്ക് കിട്ടുന്ന സ്പെഷ്യൽ ട്രീറ്റ്മെന്റാ. ലോകത്തുള്ള എല്ലാ സന്തോഷവും നിനക്ക് തന്നെ കിട്ടട്ടെ. പെണ്ണുങ്ങൾ വലിയ കുട്ടിയായാൽ ഫംഗ്ഷൻ, പക്ഷെ ആൺകുട്ടികൾ വലിയവരായി കഴിഞ്ഞാൽ ലൈഫ് മൊത്തം ടെൻഷൻ. മോളെ, ദൈവം നിനക്ക് നല്ല ആരോഗ്യം തന്ന് എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ. എന്റെ പേരക്കുട്ടികൾ പൈസ ഒരിക്കലും ഒരു വലിയ വിഷയമായി കണ്ടിട്ടില്ല. അതേ വിഷയത്തിൽ വിക്കി ആരതിയുമായി വഴക്കിട്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആരോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീയല്ലാതെ വേറെ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? അമ്മേ, അവരെന്റെ കുട്ടികളാ. നിന്റെ മക്കളെന്നിങ്ങനെ എപ്പോഴും പറയണ്ട. നിന്റെ മക്കളെ എന്റെ മക്കളായി വളർത്തിയത് ഞാനാ. അവരുടെ നിഴല് പോലെ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും വേദനിച്ചാൽ എനിക്കും അതുപോലെ വേദനിക്കും. അതുകൊണ്ട് തന്നെയാണ് ധ്രുവ വീട്ടിൽ നിന്ന് പോയപ്പോ എനിക്ക് അത്രയ്ക്ക് വിഷമമായത്. നിനക്കങ്ങനെ ആരതിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവളെ ഇത്ര നന്നായിട്ട് സ്നേഹിച്ചത്? ഞാൻ അവരെ രണ്ടാക്കാൻ നോക്കിയിട്ടില്ല. അതുമല്ല, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് ആരതിയെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളൊരു പാവം കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാ സാഹിത്യ എന്റെ മരുമകളായിട്ട് വരികയാണെങ്കിൽ അവളും ആരതിയെ പോലെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും വിചാരിച്ചതും. ആ കാര്യങ്ങളൊക്കെ അമ്മയും കേട്ടതാണല്ലോ. അതൊക്കെ മറന്നു പോയിട്ട് ഇപ്പം നടന്ന കാര്യങ്ങളിൽ ഞാനാ ഉത്തരവാദിയെന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഇത്രയൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആലോചിച്ച് മുന്നമേ ഉറപ്പിച്ചത് തന്നെ, അല്ലാതെ വേറൊന്നുമല്ല.
നോക്ക്, ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തന്നെ എന്റെ കയ്യിൽ അതിനുള്ള ഉത്തരവുമില്ല. ഞാൻ പറയുന്ന മറുപടി കേട്ട് അമ്മയ്ക്ക് സമാധാനം ആവണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല. ഇനി എന്താ ബാക്കിയുള്ള പ്രവീൺ? എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. വിക്രാന്ത്, ഇതിനെപ്പറ്റി നിനക്ക് എങ്ങനെയാടാ അറിയാ? എന്ത് ചടങ്ങാ ചേട്ടാ? ഒരു മിനിറ്റ്. മിസ് അഞ്ജു കൊച്ചെ, ഇത് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നിനക്ക് വാങ്ങിച്ചൊരു കുഞ്ഞു ഗിഫ്റ്റ്. താങ്ക് യു ചേട്ടാ. അതിലെന്താന്ന് തുറന്നു നോക്കുന്നില്ലേ? ഇപ്പൊ തന്നെ നോക്കാമോ? ഗിഫ്റ്റ് തന്നതിന് ശേഷം അത് നിന്റെ അല്ലേ അഞ്ജു? തുറന്നു നോക്ക്. വാവ്, ടാബോ. ആന്നേ, നീ ഇപ്പഴല്ലേ കോളേജിൽ ചേരാൻ പോകുന്നേ? ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. പഠിക്കാനൊക്കെ ഒരുപാട് യൂസ് ആവും. ചേട്ടാ, എനിക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. ഇത്രയും വലിയ ഗിഫ്റ്റ് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഞാൻ ഒരാളല്ല, ഇവിടെ എല്ലാവർക്കും നീ താങ്ക്സ് പറയേണ്ടി വരും. ഞാനത് ഒറ്റയ്ക്ക് തന്നല്ല. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇത്രയും ദിവസം എനിക്ക് 3 ചേച്ചിമാര് മാത്രമെന്നാ ഞാൻ കരുതിയേ. ഇപ്പൊ തോന്നുന്നു എന്നെ പറ്റി ചിന്തിക്കാൻ ഒന്നല്ല, നിങ്ങൾ 5 പേരും കൂടി ഉണ്ടെന്ന്. എല്ലാ ചടങ്ങ് കഴിഞ്ഞിട്ടും ഒരു ചടങ്ങ് ബാക്കിയുണ്ടാവും. അതെ, വയറ് നിറയ്ക്കുന്ന ചടങ്ങാണ് കേട്ടോ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. ഉറപ്പായിട്ടും കഴിക്കാം. പക്ഷെ അതിനു മുൻപേ ഒരു ജോലി ബാക്കിയുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ പുതിയ ചടങ്ങും പറഞ്ഞോണ്ട് വരാണല്ലോ. ഇനി എന്താ ബാക്കി?